എൻ്റെ പേര് PM മാത്യു, കടവന്ത്ര സ്വദേശിയാണ്. ഈ സ്ഥാപനം തുടങ്ങിയത് 2019 ജൂലൈ 3 ആഫ്റ്റർ ദ ഫ്ലഡ് ഇൻ കേരള. ഇത് ഒരു റെട്രോ ഔട്ട്ലുക്കിലുള്ളൊരു മ്യൂസിക് കഫേ ആണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് കരോക്കയിൽ പാടാം, അതുപോലെ തന്നെ മ്യൂസിക് ബാൻഡുമായിട്ട് കൊളാപ്സ്, അങ്ങനെയുള്ള പല ആർട്ടിസ്റ്റിക് സൈഡിലാണ് കൂടുതലും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേര് റെയിൻബോ എന്നുള്ളത്, ഞാൻ ഒരു പ്രവാസിയായിരുന്നു, സിംഗപ്പൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് ചാങ്കി എയർപോർട്ടിൻ്റെ പുറകിലായിരുന്നു. അവിടെ സിംഗപ്പൂർ എപ്പോഴും ഒരു ട്രോപ്പിക്കൽ വെതർ ആണെങ്കിൽ പോലും എപ്പോഴും ഡ്രിസ്ലിംഗ് റെയിൻ ഉണ്ടാവും. അത് സ്വിച്ച് ഓഫ് ചെയ്യണ പോലെ. അപ്പോൾ ആഫ്റ്റർ ദ ക്ലൗഡ്സ് ആഫ്റ്റർ ദ റെയിൻ ദെർ വിൽ ബി എ റെയിൻബോ. ഞാൻ ഏറ്റവും കൂടുതൽ റെയിൻബോസ് എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് സിംഗപ്പൂർ വെച്ചാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പേര് ഞാൻ ഡിസൈഡ് ചെയ്തത്, സംഗീതം വളരെ കുഞ്ഞിലെ തന്നെ. എൻ്റെ ഒരു മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി നല്ലൊരു ഡ്രമ്മറായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ഈ ഉപകരണങ്ങളും ഈ വിനായൽ പ്ലേയേഴ്സും വിനായൽ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ മ്യൂസിക് സിസ്റ്റത്തിനോടൊക്കെ ഉള്ള ഒരു കമ്പമുള്ള ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സംഗീതം ഉള്ളതുകൊണ്ട് പുള്ളിയുടെ സുഹൃത്തുക്കളെല്ലാം സംഗീത വലയത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വീട്ടിൽ വരും. അന്ന് ഇതൊരു ഗ്രാമപ്രദേശങ്ങളാണ് കടവന്ത്രയൊക്കെ. അപ്പോൾ അവിടെ ജാം ചെയ്യും. ഒരു ഗിറ്റാറായിട്ട് ഒരാൾ വരും, പുള്ളി ഡ്രം ചെയ്യും, വേറെ ആൾ പാടാനുണ്ടാവും. അപ്പോൾ അന്ന് തുടങ്ങിയ ഈ സംഗീതമായിട്ടുള്ളൊരു സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്നും മുടങ്ങിയിട്ടില്ല. പിന്നെ ജീവിതത്തിൽ പല സമയങ്ങളിൽ എല്ലാ ചെറുപ്പക്കാരെ പോലെ ഞാനും വീണു പോയിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ സംഗീതം. To sing, to help me go with anything. എൻ്റെ സംഗീതം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർഗത്തിലോട്ട് വരാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലോട്ട്, അല്ലെങ്കിൽ ഈ ഒരു പാഷനിലോട്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത്. എൻ്റെ മോശ സമയങ്ങളിൽ ചുറ്റുരുട്ടാകാൻ നേരത്ത് എൻ്റെ സംഗീതം മാത്രം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഗീതത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീം മീഡിയ ഇവിടെ വരെ എത്തിക്കാനായിട്ട് അവരുടെ ഭയങ്കരമായ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. അതിൽ പ്രവർത്തിച്ച ഓരോ ക്യാമറാമാനും ഓരോ എഡിറ്റേഴ്സും എല്ലാവരും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്മകൾ വരട്ടെ. ഇപ്പം ഇന്നത് എല്ലാവർക്കും ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഖത്തറിൽ നിന്നൊക്കെ വിളിച്ചിട്ടാണ് സ്ലോട്ട് ബുക്ക് ചെയ്യണം. പ്രവാസികൾ വരുന്നതിന് മുമ്പ് ചേട്ടാ ഞങ്ങൾ ഇന്ന സമയത്ത് ഫ്ലൈറ്റിന് വരും, ഞങ്ങൾ 3 മണിക്കൂറത്തേക്ക് ഞങ്ങൾക്ക് വേണം, ഞാനും എൻ്റെ മക്കളും ഭാര്യ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പാടണം. ഇപ്പോൾ ഈ ബൂത്തിലിരുന്ന് പാടുകയും ആ ബൂത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യണത് സംഗീതപ്രേമികൾക്ക് ഇപ്പോൾ ഒരു ഹരമായേക്കണേണ്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് തോറ്റുപോയില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഇവിടെ പ്രവാസികൾ വന്നിട്ട് പറയണമെന്ന് വെച്ചാൽ, ഈ പ്രവാസികൾ ഇവിടെ വന്ന് എന്ത് ചെയ്താലും തോറ്റു, അവർക്ക് കൊടുത്ത ആ ഒരു പൾസറിയാണ്ട് ചെയ്യും, തോറ്റു. അപ്പോൾ അതിൽ നിന്ന് ഞാനും തോറ്റുപോയ ആളാണ്. ഞാനും പല പ്രാവശ്യം വീണാണ്. പല പ്രാവശ്യം ഇതിന് ഷട്ടർ ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്തോ ഇത് നിലനിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നുകൊണ്ടായിരിക്കും ഇത് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അതിന് എസ്പെഷ്യലി എൻ്റെ സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ മീഡിയ, ഇതർ സോഷ്യൽ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയസ്. എനിക്ക് അതിനോടാണ് കൂടുതൽ കമ്പം. അപ്പോൾ ഞാനത് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോരോ സാധനങ്ങൾ തന്നെ കളക്ട് ചെയ്ത് അവസാനം 2017 18 മറന്നുപോയി. എൻ്റെ TR ട്രാൻസ്പോർട്ട് റെസിഡൻറ്റ് അടുത്തൊരു 20 ഫീറ്റിൽ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഈ കളക്ട് ചെയ്ത സാധനങ്ങളും എൻ്റെ മ്യൂസിക് ഉപകരണങ്ങളും എല്ലാമായിട്ടാണ് ഞാൻ 2018 തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് കൊണ്ടുപോയി. പിന്നെ കുറേ സുഹൃത്തുക്കൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. അവിടെ എന്തെങ്കിലും ഇപ്പോൾ ജർമ്മനിയിൽ എന്തെങ്കിലും കണ്ട്, അപ്പോൾ അത് റെയിൻബോ കഫേയിൽ വെക്കാം, അല്ലെങ്കിൽ മാത്യുവിന് കൊണ്ട് കൊടുക്കാം, അയാളത് അവിടെ അലങ്കരിച്ച് വെക്കും. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്, ചില കസ്റ്റമേഴ്സ് കൊണ്ടുവന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇതിവിടെ വെച്ചാൽ ഭംഗിയായിരിക്കും, ക്യാമറ ഇരിക്കാം, അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ പലരുടെയും, എൻ്റെ മാത്രമല്ല പലരുടെയും കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിലാണ് ഈ സ്ഥാപനം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഈ ഒരു റെട്രോ ലുക്ക്